എന്തായാലും ഭാരതാംബ ചിത്ര വിവാദം, കാവിക്കൊടിയേന്ത്യ ഭാരതാംബ ചിത്ര വിവാദം വലിയ തരത്തിലുള്ള സംഘർഷങ്ങളിലേക്ക് കൂടെ നയിച്ചിരിക്കുന്ന ഒരു സാഹചര്യം കൂടിയാണ് ഇന്നലെ കണ്ടത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട പ്രതിപക്ഷ സംഘടനകളുടെ അഭിപ്രായം കൂടി അറിയേണ്ടതുണ്ട്. കോൺഗ്രസിനെ പ്രതിനിധീകരിച്ച് ശ്രീ രാജു പി നായർ കൂടിയുണ്ട്. ശ്രീ രാജു പി നായർ, വലിയ രീതിയിലുള്ള വിവാദം ഉണ്ടായത് ഇന്നലെ KSU അടക്കം ആ സംഘർഷത്തിൽ പങ്കാളികളായതൊക്കെ നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഇത് സംബന്ധിച്ച കോൺഗ്രസിന്റെ അഭിപ്രായം എന്താണ്? നോക്കൂ, ഇപ്പോൾ നടക്കുന്നത് സർക്കസിലെ തല്ലാണ്. ഒരു തരത്തിലുള്ള മുഖ്യമന്ത്രി പറഞ്ഞ രക്ഷാപ്രവർത്തനമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. എല്ലാ ജനകീയ വിഷയങ്ങളിലും പരാജയപ്പെട്ട് ഒരു ജനകീയ വിചാരണയിൽ നിലമ്പൂര് പരാജയപ്പെട്ട ഒരു സർക്കാർ ആ നിലമ്പൂരിലെ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്തും അതിനുശേഷവും ഇത്തരത്തിലുള്ള വിവാദങ്ങൾ ഈ സർക്കാരിനെതിരെയുള്ള വികാരത്തെ കുറിച്ചുള്ള ചർച്ചകളിൽ നിന്ന് രക്ഷപ്പെടുന്നതിന് വേണ്ടി ഇന്ന് നടക്കുന്ന നാടകമാണ് ഈ കാണുന്നത്. ഇവിടെ അപകടത്തിലായിരിക്കുന്നത് സർക്കാരും രക്ഷകനായിട്ട് വന്നിരിക്കുന്നത് RSSന്റെ നേതാവായിട്ടുള്ള ഗവർണർ അർലേക്കറുമാണ്. ഇന്ത്യയിൽ ഒരിടത്തും ഒരു രാജ്ഭവനിലും ഇല്ലാത്ത വിവാദം കേരളത്തിൽ എങ്ങനെ ഉണ്ടാകുന്നു എന്നുള്ളത് ചിന്തിക്കണ്ടേ? എങ്ങനെയാണ് കേരളത്തിൽ അത് ഉണ്ടാകുന്നത്? അപ്പൊ കേരളത്തിൽ മാത്രം ഈ ഭാരതാംബ എന്ന് പറയരുത്, സംഘപരിവാറിന്റെ ഭാരതാംബ എന്ന് തന്നെ പറയണം. ആ സംഘപരിവാറിന്റെ ഭാരതാംബ വിവാദം എങ്ങനെയാണ് കേരളത്തിൽ മാത്രം ഉണ്ടാകുന്നത് എന്ന് നമ്മൾ ചിന്തിക്കണം. ശരി, ഒരു തവണ ഇത് സംബന്ധിച്ച് ഒരു വിവാദം ഉണ്ടായി. ആ ഒരു തവണ വിവാദം ഉണ്ടായി കഴിഞ്ഞാൽ അത് പിന്നീട് ഒരു ഗവർണർ രാജ്ഭവൻ എന്നും അല്ലെങ്കിൽ ഒരു സംസ്ഥാന സർക്കാരും എന്നുള്ളത് രണ്ട് ഭരണഘടനാ സ്ഥാപനങ്ങൾ നിൽക്കുമ്പോൾ അതിൽ ഒരു രമ്യതയിലേക്കോ അല്ലെങ്കിൽ ചർച്ചയിലേക്കോ അതല്ലെങ്കിൽ ഒരു കോംപ്രമൈസിലേക്കോ എത്തേണ്ട ഒരു സാഹചര്യം ഉണ്ടല്ലോ. പക്ഷെ അതില്ലാതെ ഈ രാജ്ഭവൻ ഇത്രമാത്രം കടുംപിടുത്തം പിടിക്കുന്നതിന്റെ കാരണം എന്താണ്? അത് കേരളത്തിൽ മാത്രം എന്നുള്ളത് നമ്മൾ ചിന്തിക്കണം. അപ്പോഴാണ് ശ്രീ രാജു പി നായർ, നമുക്കറിയാം കേരളത്തിൽ മാത്രമല്ല RN രവിയൊക്കെ തമിഴ്നാട്ടിൽ ഇപ്പോൾ ഭാരതാംബ വിവാദമല്ല, മറ്റേത് സർക്കാരിനെ എപ്പോഴും പ്രതിക്കൂട്ടിലാക്കാനും സർക്കാരിനെ വെട്ടിലാക്കാനുമുള്ള ശ്രമങ്ങളൊക്കെ നടത്തുന്നുണ്ട്. മാത്രമല്ല കോൺഗ്രസ് എല്ലാ കാലത്തും സർക്കാർ പ്രതിസന്ധിയിലാവുമ്പോഴാണ് ഈ സർക്കാർ ഗവർണർ പോര് വരുന്നത് എന്നൊരു ആരോപണം എല്ലാ കാലത്തും ഉന്നയിക്കുന്നതാണ്. അതിന് ആ ഒരു രാഷ്ട്രീയപരമായ അത്തരം കാര്യങ്ങളെ മാറ്റി നിർത്തിയാൽ ഈ വിഷയത്തിന്റെ മെറിറ്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഗവർണറുടെ നിലപാടിനെ കോൺഗ്രസ് എങ്ങനെ കാണുന്നു? അതിലേക്ക് ഞാൻ വരാം. അപ്പോഴാണ് ഞാൻ ഒരു മിനിറ്റ് കൊണ്ട് ഈ പോയിന്റ് അങ്ങ് നിർത്തിയേക്കാം. അപ്പോഴാണ് നമ്മള് അർലേക്കർ വിമാനത്തിൽ പിണറായി വിജയന്റെ അടുത്ത സീറ്റിലിരുന്ന് യാത്ര ചെയ്യുന്നതും ഡൽഹിയിൽ പുട്ടും കടലയും കഴിച്ചുകൊണ്ട് കേരളത്തിന്റെ എന്തോ പ്രശ്നങ്ങൾ, ഏത് പ്രശ്നമാണെന്ന് ഇന്നുവരെ ഇല്ല, അത്തരത്തിലുള്ള പ്രശ്നങ്ങളെ കുറിച്ച് ചർച്ച ചെയ്ത സംഭവവും അതുപോലെ തന്നെ പിണറായി വിജയന്റെ പിറന്നാളിന് ഭാര്യാസമേതനായി പിണറായി വിജയന്റെ അടുത്തേക്ക് ചെല്ലുന്ന ഗവർണറെയും ഒക്കെ നമ്മൾ അപ്പോഴാണ് കാണേണ്ടതും മനസ്സിലാക്കേണ്ടതും. എങ്ങനെയാണ് ഭരണാധികാരിയോട് ഇത്രമാത്രം സ്നേഹവും വിശ്വസ്തതയും സൗഹാർദ്ദവും പുലർത്തുന്ന ഒരാൾക്ക് ഇത്തരത്തിലുള്ള വിവാദത്തിന്റെ ഒരു ഭാഗത്തായിട്ട് നിൽക്കാൻ സാധിക്കുക? അതുമല്ല ജനാധിപത്യ മര്യാദകളെയും ഭരണഘടനയും ലംഘിച്ചുകൊണ്ട്. അവിടെയാണ് കൃത്യമായ രാഷ്ട്രീയ അഡ്ജസ്റ്റ്മെന്റിന്റെ ഭാഗമായിട്ടാണ് ഇത് എന്നുള്ളത് വ്യക്തമായി വരുന്നത്. ഒന്ന്. രണ്ടാമത്തെ കാര്യം, ഇത് പിണറായി വിജയന്റെ സർക്കാർ ഇത് സംബന്ധിച്ചൊരു തീരുമാനം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇതിനകത്ത് എതിർക്കുന്നുണ്ടെങ്കിൽ ചെയ്യേണ്ടത് എന്താ? ആദ്യം ചെയ്യേണ്ടത് ഗവർണർക്കെതിരെയും RSSനെതിരെയും രാജ്യത്തിന്റെ ഭൂപടം വികൃതമാക്കിയതിനുള്ള കേസെടുക്കണം. രാജ്യം അംഗീകരിച്ചിരിക്കുന്ന ഭൂപടം ഇന്ന് ഉള്ള പൊളിറ്റിക്കൽ മാപ്പാണ്. ആ പൊളിറ്റിക്കൽ മാപ്പിൽ വ്യത്യാസം വരുത്തി കഴിഞ്ഞാൽ കാശ്മീർ ഇല്ലാതെ നടത്തിയ കഴിഞ്ഞ ദിവസം ഉണ്ടായ ഒരു സംഭവത്തിൽ കേസെടുത്തിട്ടുണ്ടല്ലോ. ശരിയായ രീതിയിൽ തന്നെ കേസെടുത്തിട്ടുണ്ടല്ലോ. ഞങ്ങൾക്ക് അതിന് തർക്കമില്ല. അങ്ങനെ ഇന്ത്യയുടെ ഭൂപടം വികൃതമാക്കുന്ന ഇത്തരത്തിലുള്ള ഒരു നടപടി നടക്കുമ്പോൾ അതിനെതിരെ കേസെടുക്കാനുള്ള ബാധ്യത പിണറായി വിജയനില്ലേ? എന്തുകൊണ്ട് പിണറായി വിജയൻ കേസെടുക്കുന്നില്ല? എന്തുകൊണ്ട് നേരത്തെ ഇവിടെ ശ്രീ PGT ആചാര്യ സൂചിപ്പിച്ച പോലെ ഗവർണറുടെ അപ്പോയിന്റിംഗ് അതോറിറ്റി എന്ന് പറയുന്നത് രാഷ്ട്രപതിയാണ്. രാഷ്ട്രപതിക്ക് കത്തയക്കുന്നില്ലല്ലോ. ഗവർണർക്ക് എന്തിനാ കത്തയക്കുന്നത്? ഗവർണർ ഇതിനകത്ത് ഒരു ഭാഗത്ത് നിൽക്കുകയാണ്. ഗവർണർക്ക് പ്രേമലേഖനം അയക്കുന്നതിന് പകരം ഇതിന് പരാതി രാഷ്ട്രപതി കൊടുക്കുകയല്ലേ വേണ്ടത്? എന്താ കൊടുക്കാത്തത്? അപ്പൊ ഇവിടെയെല്ലാം ഇതിനകത്ത് രാഷ്ട്രീയമായ സെറ്റിൽമെന്റിന് വേണ്ടിയിട്ടുള്ളതാണ് എന്ന് പറയുന്നത്. പിന്നെ സംഘപരിവാറിന്റെ കൂറക്കൊടി കൊണ്ടുവന്ന് വെക്കാനുള്ളതല്ല ഭാരതാംബയുടെ ചിത്രം. സംഘപരിവാറിന്റെ കൂറക്കൊടി വെക്കേണ്ടത് RSS കാര്യാലയത്തിലാണ്. അത് കൊണ്ടുവന്ന് രാജ്യത്ത് ഭരണഘടനാ സ്ഥാപനങ്ങൾക്കകത്ത് കൊണ്ടൊന്നും വെക്കാൻ കഴിയില്ല. ഭരണഘടനാ ലംഘനം. രാജ്യം അംഗീകരിച്ചിട്ടുള്ള ഈ സംസ്ഥാന സർക്കാരുകൾക്കും സ്റ്റേറ്റിനും ഉപയോഗിക്കാൻ കഴിയുന്ന ചിഹ്നങ്ങളുണ്ട്. ആ ചിഹ്നങ്ങൾക്കപ്പുറം രാഷ്ട്രീയ വിവാദം ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത് അംഗീകരിക്കാൻ കഴിയില്ല. നാലാമത്തെ പോയിന്റ്, BJPക്ക് ഇതിനകത്ത് വ്യക്തതയുണ്ടോ? BJPക്ക് യാതൊരു വ്യക്തതയില്ലല്ലോ. സംഘപരിവാറിന്റെ കൊടി ഉപയോഗിച്ചുകൊണ്ട്, അല്ലെങ്കിൽ കാവ്യക്കൊടി എന്ന് നമ്മൾ പറയുന്നില്ല, സംഘപരിവാറിന്റെ കൊടി, ആ സംഘപരിവാറിന്റെ കൊടി ഉപയോഗിച്ചുകൊണ്ട് രാജ്യത്തിന്റെ ഭൂപടത്തെ വികൃതമാക്കുന്ന അഖണ്ഡ ഭാരതം എന്ന ഉച്ചക്കറുക്ക് ഉപയോഗിച്ച് ഗവർണർ നടത്തിയ പരിപാടിക്ക് പ്രതിഷേധം BJP രേഖപ്പെടുത്തിയപ്പോൾ എങ്ങനെയാണ് ആ കാവ്യക്കൊടിക്ക് പകരം ദേശീയ പതാക വന്നത്?
എങ്ങനെയാണ് അതിനകത്ത് നിന്ന് അഖണ്ഡ ഭാരതം യെസ് രാജീവ് നായർ, താങ്കൾ ഉന്നയിക്കുന്ന വാദങ്ങളിൽ കഴമ്പുണ്ട്. പല രീതിയിൽ ഇതൊരു സർക്കാർ ഗവർണർ ഒരേ സമയം തന്നെ പ്രതിപക്ഷം പറയുന്നത് ഒരേ സമയം തന്നെ സർക്കാരും ഗവർണറും ഇതിൽ കുറ്റക്കാരാണെന്നുള്ളതാണ്. ഒപ്പം തന്നെ സർക്കാരിന്റെ നീക്കങ്ങളിൽ